ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കുട്ടിമാഷ്. കുട്ടിമാഷിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിലെ 21ാമത്തെ പേജിലെ 5ാമത്തെ ചോദ്യമാണ്. ഇതിന് മുമ്പുള്ള പ്രോബ്ലംസ് എല്ലാം നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. സോ ഡയറക്റ്റ് ആയിട്ട് ചോദ്യത്തിലേക്ക് പോകാം. 5ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് 7 കൊണ്ട് ഹരിക്കുമ്പോൾ 3 ശിഷ്ടം വരുന്ന 3 അക്ക സംഖ്യകൾ എത്രയുണ്ട്? സോ ആ ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിൽ ഇങ്ങനെ ആയിരിക്കും: How many 3-digit numbers are there which leave remainder 3 on division by 7? സംഭവത്തിലേ ഉള്ളൂ. നമുക്കറിയാം ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യ എന്ന് പറയുന്നത് 100 ആണ്. ഏറ്റവും വലിയ 3 അക്ക സംഖ്യ എന്ന് പറയുന്നത് 999 ആണ്. സോ ഈ 100നും 999നും ഇടയ്ക്ക് 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 റിമൈൻഡർ കിട്ടുന്ന എത്ര 3 അക്ക സംഖ്യകളുണ്ട്, അല്ലെങ്കിൽ എത്ര സംഖ്യകൾ ഉണ്ടെന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ നമുക്ക് നോക്കാം എങ്ങനെ അത് ചെയ്യാൻ പറ്റുമെന്ന്. നമുക്കറിയാം ആദ്യത്തെ 3 അക്ക സംഖ്യ എന്ന് പറയുന്നത് ഏതാണ്? അത് 100 ആണ്. നമുക്കറിയാം. അത് കഴിഞ്ഞാൽ പിന്നെ 101, 102, 103 എന്നിങ്ങനെ സംഖ്യകൾ ഇങ്ങനെ പോയി 999 വരെ സംഖ്യകളുണ്ട്. പക്ഷെ നമുക്ക് വേണ്ട സംഖ്യയ്ക്ക് പ്രത്യേകതയുണ്ട്. എന്താണ്? നമ്മൾ ഇവരെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് റിമൈൻഡർ 3 കിട്ടണം. സോ ആദ്യത്തെ നമ്പർ എത്രയാണ്? 100. സോ ഈ 100നെ നമുക്ക് 7 വെച്ച് ഡിവൈഡ് ചെയ്യാം. സോ 100നെ 7 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 10നകത്ത് ഒരു തവണ 7 ഉണ്ട്, അതായത് 7 തന്നെ. 10ന്ന് 7 പോയാൽ എത്ര കിട്ടും? 3 എന്ന് കിട്ടും. അടുത്തത് 30. 30ൽ 7 എത്ര തവണയുണ്ട്? 4 തവണയുണ്ട്, അതായത് 28. സോ നമ്മൾ 28 എഴുതി മൈനസ് ചെയ്യുമ്പോൾ 30ന്ന് 28 പോയാൽ എത്ര കിട്ടും? നമുക്ക് കിട്ടുന്നത് 2 ആണ്. സോ ഇവിടുത്തെ റിമൈൻഡർ എന്ന് പറയുന്നത് 2 ആണ്, 3 അല്ല. സോ 100 എന്ന് പറയുന്ന സംഖ്യയെ നമുക്ക് ഈ സീക്വൻസിൽ ചേർക്കാൻ പറ്റത്തില്ല. സോ ഇനി അടുത്ത ആളെ നോക്കാം. 101. 101നെ നമുക്ക് എന്ത് ചെയ്യാം? 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 10നകത്ത് ഒരു തവണയുണ്ട് 7. ദെൻ 10ന്ന് 7 പോയാൽ 3 കിട്ടും. ഈ 1 നേരെ താഴേക്ക് വരുന്നത് 31. 31ൽ 7 4 തവണയുണ്ട്. സോ 4 into 7 എന്ന് പറഞ്ഞാൽ അവിടെയും 28 ആണ്. ഇവിടെ നോക്കി, 31ന്ന് 28 പോയാൽ എത്ര കിട്ടും? നമുക്കിവിടെ റിമൈൻഡർ 3 എന്ന് കിട്ടും. അപ്പോ ഈ 101 എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് ഈ സീക്വൻസിൽ എഴുതാൻ പറ്റും. ഇനി നമ്മുടെ അടുത്ത നമ്പർ എന്ന് പറയുന്നത്, ഇപ്പോ ഫസ്റ്റ് നമ്പർ 101 ആണ്. ഇനി അടുത്തയാളെ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 101ന്റെ കൂടെ ഒരു 7 കൂട്ടിയാൽ മതി. അതിന്റെ കാരണം എന്ന് പറയുന്നത് 7 കൊണ്ടാണ് നമ്മൾ ഇവിടെ ഡിവൈഡ് ചെയ്യുന്ന നമ്പേഴ്സ്. സോ ഈ നമ്പേഴ്സ് എല്ലാം തന്നെ 7 ആഡ് ചെയ്ത് പോകുന്ന നമ്പേഴ്സ് ആയിരിക്കും. സോ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 റിമൈൻഡർ കിട്ടുന്ന ആദ്യത്തെ നമ്പർ 101 ആണെങ്കിൽ, ഇതുപോലെ തന്നെ 3 റിമൈൻഡർ കിട്ടേണ്ട അടുത്ത നമ്പർ എന്ന് പറയുന്നത് ഈ 101ന്റെ കൂടെ 7 കൂട്ടുന്ന നമ്പർ ആയിരിക്കും, അതായത് 108 ആയിരിക്കും. നമുക്ക് അതും കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. സോ 108നെ നമ്മൾ എന്ത് ചെയ്യുന്നു? 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 10ൽ ഒരു തവണയുണ്ട്, അതായത് 7. ദെൻ 10ന്ന് 7 പോയാൽ 3 കിട്ടും. പിന്നെ 38. 38ൽ 7 എത്ര തവണയുണ്ട്? 5 തവണയുണ്ട്. 7 5 35 എന്ന് കിട്ടും. 38ന്ന് 35 പോയാൽ എത്ര കിട്ടും? അവിടെ റിമൈൻഡർ 3 എന്ന് കിട്ടും. സോ നമുക്ക് വേണ്ട സീക്വൻസ് എന്ന് പറയുന്നത് 101ന്റെ കൂടെ 7 ആഡ് ചെയ്ത് മുമ്പോട്ട് പോകുന്ന സീക്വൻസ് ആയിരിക്കും. അതായത് നമുക്ക് ആ സീക്വൻസ് ഇങ്ങനെ എഴുതാൻ പറ്റും. ആദ്യത്തെ സംഖ്യ എന്ന് പറയുന്നത് 101, പിന്നെ വരുന്നത് 108. അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? വീണ്ടും ഒരു 7 ആഡ് ചെയ്യണം. 108ഉം 7ഉം കൂടെ കൂട്ടിയാൽ 115. ഇങ്ങനെ പോയി 999 വരെ എത്തുമെന്ന് നമുക്ക് നോക്കണം. ഈ 999 എന്ന് പറയുന്ന നമ്പർ, ആ നമ്പറിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാണ് റിമൈൻഡർ കിട്ടുന്നത് നമുക്കറിയില്ല. സോ അതും കൂടെ നമുക്ക് നോക്കാം. 999നെ നമ്മൾ എന്ത് ചെയ്യുന്നു? 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 9ൽ ഒരു തവണയുണ്ട്, സോ 7 തന്നെ. 9ന്ന് 7 പോയാൽ 2. 29 ഇറക്കി എഴുതി. ദെൻ 29ൽ എത്ര തവണയുണ്ട്? 4 തവണയുണ്ട്, അതായത് 28 എന്ന് കിട്ടും. ദെൻ നമുക്ക് കുറയ്ക്കാം. 29ൽ നിന്നും 28 പോയാൽ മിച്ചം 1 കിട്ടും. ദെൻ 9 താഴേക്ക് വന്നു. 19ൽ 7 എത്ര തവണയുണ്ട്? 2 തവണയുണ്ട്, അതായത് 14. 19ന്ന് 14 പോയാൽ എത്ര കിട്ടും? നമുക്ക് റിമൈൻഡർ കിട്ടുന്നത് 5 ആണ്. സോ ഇവിടുത്തെ റിമൈൻഡർ എന്ന് പറയുന്നത് 5 ആണ്. അതായത് 999നെ ഈ സീക്വൻസിൽ നമുക്ക് എഴുതാൻ പറ്റത്തില്ല.
അപ്പൊ നമുക്കറിയാം ഈ 999 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 5 ആണെങ്കിൽ നമുക്ക് റിമൈൻഡർ 3 വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ 999 നിന്നും നമ്മൾ നേരെ 2 കുറച്ചിട്ടുള്ള ഒരു നമ്പർ എടുത്താൽ മതി. അതായത് നമ്മൾ ഇനി നോക്കാൻ പോകുന്ന നമ്പർ എന്ന് പറയുന്നത് ഈ 999ലും 2 കുറഞ്ഞ നമ്പർ ആയിരിക്കും. നമുക്ക് 997നെ 7 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യാം. 9 ഒരു തവണയുണ്ട്, അതായത് 7 തന്നെ. സോ 9 7 പോയാൽ 2. പിന്നെ 29. 29ൽ എത്ര തവണയാണ്? 4 തവണ, അതായത് 28. 29 28 പോയാൽ 1 കിട്ടും, 17. 17ൽ 7 2 തവണയുണ്ട്, അതായത് 14. 17 14 പോയാൽ എത്ര കിട്ടും? നമുക്ക് 3 എന്ന് കിട്ടും. സോ ഇവിടെ റിമൈൻഡർ 3 എന്ന് കിട്ടി. അതായത് 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 റിമൈൻഡർ വരുന്ന ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ എന്ന് പറയുന്നത് 997 ആണ്. സോ നമ്മുടെ സീക്വൻസ് എന്ന് പറയുന്നത് 101 108 നമുക്ക് മാറ്റി എഴുതാം. 101 108 115 ഇതിങ്ങനെ പോയി എവിടം വരെ പോകും? 997 വരെ പോകും. ഇനി നമുക്കറിയേണ്ടത് ഈ സീക്വൻസിൽ ടോട്ടൽ എത്ര ആൾക്കാരുണ്ടെന്നുള്ളതാണ്. അതായത് നമുക്കറിയാം 101 ആണ് ഒന്നാമത്തെ ടൈം, 108 രണ്ടാമത്തെ ടൈം, 115 മൂന്നാമത്തെ ടൈം. ഇങ്ങനെ പോയി ഈ 997 എത്രാമത്തെ ടൈം ആണ് എന്ന് നമുക്കറിയാൻ പറ്റുമെങ്കിൽ ടോട്ടൽ എത്ര പേരുണ്ടെന്ന് അറിയാലോ. അല്ലെങ്കിൽ ഈ സീക്വൻസിലെ ടോട്ടൽ നമ്പർ ഓഫ് ആൾക്കാർ എത്രയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടൈംസ് ഈക്വൽ ടു ലാസ്റ്റ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ്. അതിന്റെ കൂടെ എന്ത് ചെയ്യണം? +1. ഈ ഇക്വേഷൻ ഒന്ന് സോൾവ് ചെയ്താൽ നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഇക്വേഷന് നമുക്ക് വാല്യൂസ് ഇട്ട് കൊടുക്കാം. ദാറ്റ് ഈസ് ഇവിടുത്തെ ലാസ്റ്റ് ടൈം എന്ന് പറയുന്നത് എന്താണ്? 997 മൈനസ് ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് എന്താണ്? 101 ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് ആര് തന്നെയാണ്? 7 തന്നെയാണ്. കാരണം 7 കൊണ്ടാണ് ഇവിടെ ഡിവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് 7 കൂട്ടിയാണ് നമുക്ക് സീക്വൻസ് എഴുതി കിട്ടുന്നത്. സോ കോമൺ ഡിഫറൻസ് 7 ആണ്. ദെൻ +1 എന്ന് കിട്ടും. ഇനി നമുക്ക് ചെയ്യേണ്ടത് 997 നിന്നും 101 കുറയ്ക്കണം. 997 നിന്ന് 101 പോയാൽ എത്ര കിട്ടും? യെസ്, 7 നിന്ന് 1 പോയാൽ 6 കിട്ടും. 9 നിന്ന് 0 പോയാൽ 9 തന്നെ. ദെൻ ഈ 9 നിന്ന് 1 പോയാൽ 8 എന്ന് കിട്ടും. സോ 896 എന്ന് കിട്ടും, ഡിവൈഡഡ് ബൈ 7 +1. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 896നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 896 ഡിവൈഡഡ് ബൈ 7. 8ല് 7 ഒരു തവണയുണ്ട്, അതായത് 7. ദെൻ 8 നിന്ന് 7 കുറച്ചാൽ 1 കിട്ടും. ദെൻ 9 19. 19ല് 2 തവണയുണ്ട് 7, അതായത് 14. 19 നിന്ന് 14 പോയാൽ 5 എന്ന് കിട്ടും. ദെൻ 6 ഇറക്കി എഴുതി. 8 തവണയുണ്ട് 7 56, അതായത് 56 തന്നെയാണ്. ദെൻ 00 എന്ന് കിട്ടും. സോ നമുക്ക് ഇവിടെ കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് 896നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 128 എന്ന ഉത്തരം കിട്ടും. ദെൻ +1 ദാറ്റ് ഇസ് ഈക്വൽ ടു 128ന്റെ കൂടെ 1 കൂട്ടിയാൽ എത്ര കിട്ടും? 129 എന്ന് ഉത്തരം കിട്ടും. സോ നമുക്ക് ഉത്തരം കിട്ടി. ഇത്രയേ ഉള്ളൂ സംഭവം. 101 108 115 എക്സെട്ര 997 എന്ന് പറയുന്ന സീക്വൻസിൽ ടോട്ടൽ നമ്പർ ഓഫ് ആൾക്കാർ എത്ര പേരുണ്ട്? ടോട്ടൽ നമ്പർ ഓഫ് ടൈംസ് എന്ന് പറയുന്നത് 129 ടൈം ഉണ്ട്. അല്ല, നമുക്ക് പറയാം ഈ 997 എന്ന് പറയുന്നത് എത്രാമത്തെ ടൈമാണ്? 129ാമത്തെ ടൈമാണ്. സോ അതാണ് ഉത്തരം. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ പറഞ്ഞു തരാം. നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 റിമൈൻഡർ കിട്ടുന്ന മൂന്നക്ക സംഖ്യകൾ എത്ര പേര് ഉണ്ടെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ എന്ന് പറയുന്നത് 100 ആണ്. ആ 100നെ നമ്മൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഒരിക്കലും റിമൈൻഡർ 3 കിട്ടില്ല, റിമൈൻഡർ 2 ആണ് കിട്ടുന്നത്. അതുകൊണ്ട് അടുത്ത സംഖ്യ എടുക്കുന്നു 101. 101നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് റിമൈൻഡർ കിട്ടുന്ന എത്രയാണ്? 3 എന്ന് കിട്ടും. സോ 101 ആണ് നമ്മുടെ സീക്വൻസിലെ ആദ്യത്തെ ടൈം. ഇവിടെ കോമൺ ഡിഫറൻസ് 7 ആണ്. കാരണം നമ്മൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ
ഈ നമ്പേഴ്സ് എല്ലാം 7ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ടാണ് വരുന്നത്. ഫസ്റ്റ് ടൈം 101 സ്റ്റാർട്ട് ചെയ്ത് പിന്നെ 7ന്റെ മൾട്ടിപ്പിൾ. ഓക്കെ, സോ അങ്ങനെയാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ പോയി 999 ആണ് ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ. അത് ഈ സീക്വൻസിൽ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി അതിനെയും 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, റിമൈൻഡർ 5 കിട്ടും. പക്ഷെ എന്ത് പറയുന്നത്, ഈ 999 നമുക്ക് അതുകൊണ്ട് അതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റിയല്ല. നമ്മൾ അതിനേക്കാളും 2 കുറച്ച് നമ്പർ എടുത്ത് നോക്കി, 997 അത് അവസാനത്തെ നമ്പർ, അത് പറ്റും, റിമൈൻഡർ 3 കിട്ടും. സോ നമ്മുടെ സീക്വൻസ് എന്ന് പറയുന്നത് 101, 108, 115 എക്സെട്ര 997 ആണ്. ഇനി ഈ സീക്വൻസിൽ എത്ര നമ്പർ ഓഫ് ടൈംസ് എത്രയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ലാസ്റ്റ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1. സോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, നമുക്ക് 128 എന്ന് ആദ്യത്തെ ഫസ്റ്റ് പാർട്ട് കിട്ടും. ദെൻ അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ 129 എന്ന് കിട്ടും. സോ ടോട്ടൽ നമ്പർ ഓഫ് ടൈംസ് ഇൻ ദിസ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ 129 ആണ്. സോ അത്രയേ ഉള്ളൂ സംഭവം. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. കുറെ ബോക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, അതിൽ കുറെ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ബോക്സ് ഫില്ല് ചെയ്യാനാണെന്ന് തോന്നുന്നു. സോ നമുക്ക് നോക്കാം എന്താണ് ചോദ്യം എന്ന്. ആദ്യം തന്നെ ഇംഗ്ലീഷിലുള്ള ചോദ്യം വായിക്കാം. ഫിൽ അപ്പ് ദി എംപ്റ്റി സെൽസ് ഓഫ് ദി ഗിവൺ സ്ക്വയർ സച്ച് ദാറ്റ് ദ നമ്പേഴ്സ് ഇൻ ഈച്ച് റോ ആൻഡ് കോളം ഫോം അരിത്മെറ്റിക് സീക്വൻസ്. വാട്ട് ഇഫ് വി യൂസ് സം അതർ നമ്പേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് 1, 4, 28 and 7? സംഭവത്തിലേ ഉള്ളൂ. ഇതിന്റെ മലയാളം വായിച്ച കുറെ കൂടെ ഐഡിയ കിട്ടുമെന്ന് തോന്നുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്. തന്നിരിക്കുന്ന സമചതുരത്തിൽ ഓരോ വരിയിലും ഓരോ നിരയിലും സമാന്തര ശ്രേണിയാകുന്ന വിധത്തിൽ ഒഴിഞ്ഞ കളങ്ങളിൽ സംഖ്യകൾ എഴുതുക. 1, 4, 28, 7 എന്നീ സംഖ്യകൾക്ക് പകരം മറ്റേതെങ്കിലും 4 സംഖ്യകൾ എഴുതിയാൽ എന്ത് സംഭവിക്കും? യെസ്, വളരെ സിമ്പിൾ ആ, പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഇവിടെ നമുക്കറിയാം ഈ ഫസ്റ്റ് സീക്വൻസ് അല്ല, ഫസ്റ്റ് നിരയിലും, അതായത് ഇവിടെ നിന്ന് 1 തൊട്ട് ഇങ്ങനെ 4 വരെ പോകുന്ന ഈ നിരയിലും, അതായത് റോ വൈസും കോളം വൈസും നമ്മൾ എന്ത് ചെയ്യണം, ഇത് അരിത്തമെറ്റിക് സീക്വൻസ് വരുന്ന രീതിയിൽ, സമാന്തര ശ്രേണി വരുന്ന രീതിയിൽ നമ്പേഴ്സ് ഇതിനകത്ത് എഴുതി ഫില്ല് ചെയ്യണം. അത്രയുള്ള പരിപാടി. അപ്പൊ ഇവിടെ നോക്കിയാൽ നമുക്ക് ആദ്യത്തെ നിര എഴുതാൻ വളരെ സിമ്പിളാണ്. കാരണം ഇത് തുടങ്ങുന്നത് 1-ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, 1-ൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത് എൻഡ് ചെയ്യുന്നത് 4-ലാണ്. സോ ഇതിന് ഇടയ്ക്കുള്ള നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്കറിയാം അടുത്ത 2 ആയിരിക്കും, അടുത്ത 3 ആയിരിക്കും. സോ 1, 2, 3, 4 എന്ന് പറയുന്ന രീതിയിലായിരിക്കും ഇത് ഫസ്റ്റ് റോ പോകുന്നത്. ഇനി നമുക്ക് ഫസ്റ്റ് കോളം നോക്കാം. ഇവിടെ നേരെ താഴേക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് 1-ൽ സ്റ്റാർട്ട് ചെയ്യുന്നു, ഇവിടെ എൻഡ് ചെയ്യുന്നത് 7-ലാണ്. സോ 1-ൽ സ്റ്റാർട്ട് ചെയ്ത് 7-ൽ എൻഡ് ചെയ്യുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് 2 കോളമാണ് മിച്ചമായിട്ട് കിടക്കുന്നത്. അപ്പൊ ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആയതുകൊണ്ട് ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തായിരിക്കണം ഇത് താഴോട്ട് പോന്നിരിക്കുന്നത്. നമുക്കറിയാം 1-ന്റെ കൂടെ ഇപ്പൊ കോമൺ ഡിഫറൻസ് 1 എടുക്കുകയാണെങ്കിൽ 1 + 1 2 ആവും, പിന്നെ ഇവിടെ 3 വരും, പിന്നെ 7. അപ്പൊ അത് പറ്റത്തില്ല. കോമൺ ഡിഫറൻസ് 2 എടുത്ത് നോക്കുക. 2 എടുത്തു കഴിഞ്ഞാൽ 1-ന്റെ കൂടെ 2 കൂട്ടിയാൽ 3 കിട്ടും, 3-ന്റെ കൂടെ 2 കൂട്ടിയാൽ 5 കിട്ടും, 5-ന്റെ കൂടെ 2 കൂട്ടിയാൽ 7 കിട്ടും. സോ ഇവിടെ കോമൺ ഡിഫറൻസ് 2 ഇട്ടാൽ അത് കറക്റ്റ് ആവും. അപ്പൊ 1-ന്റെ കൂടെ 2 കൂട്ടിയാൽ ഇവിടെ 3 എന്ന് എഴുതാം, 3-ന്റെ കൂടെ 2 കൂട്ടിയാൽ 5 എന്ന് എഴുതാം. സോ ഇതും കറക്റ്റ് ആയി. ഇനി ഈ താഴത്തെ റോ നോക്കാം. 7-ൽ നിന്നും 28-ലേക്കുള്ളത്. 7ഉം 28 നമ്മൾ നോക്കി അറിയാം, ഇത് എല്ലാം 7ന്റെ മൾട്ടിപ്പിൾ തന്നെയാണ്. സോ ഇടയ്ക്കുള്ള 2 7 കൂട്ടി നോക്കി. ഇപ്പം നമുക്ക് ഇത് ചെയ്യാനായിട്ട് സാധാരണ xn = 28 എടുത്തിട്ട് ചെയ്യാം. പക്ഷെ അതൊക്കെ നമ്മൾ അതിനൊന്നും മെനക്കെടേണ്ട ആവശ്യമില്ല. ഇത് വളരെ സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. 7ന്റെ കൂടെ 7 കൂട്ടിയാൽ എത്ര കിട്ടും? 14 കിട്ടും. 14-നോട് 7 കൂട്ടിയാൽ 21 കിട്ടും. 21 7 കൂട്ടിയാൽ 28 കിട്ടും. ഇതങ്ങനെ ഇക്വേഷൻ ഒന്നും വിട്ട് നമ്മൾ സമയങ്ങളുടെ ആവശ്യമില്ല. പിന്നെ ഉള്ളത് നോക്കിയും 4-ൽ നിന്നും 28-ൽ എത്തണം. സോ 4-ൽ നിന്നും 28-ൽ എത്തണമെങ്കിൽ ഇതിനിടയ്ക്ക് 2 സ്റ്റെപ്പ് നമ്മൾ ചാടി കിടക്കണം. സോ ഇവിടുന്ന് ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്ത് വന്നു, ഇവിടുന്ന് ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്ത് വന്നു, പിന്നെ വീണ്ടും ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുന്നു. അങ്ങനെ 3 തവണ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തപ്പോഴാണ് നമ്മൾ 28-ൽ എത്തുന്നത് 4-ൽ നിന്നും. സോ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? ഈ 28-ഉം 4-ഉം തമ്മിലുള്ള വ്യത്യാസമായിരിക്കും. അതെത്രയാ? അത് 24 ആണ്. സോ 3 കോമൺ ഡിഫറൻസ് ആണ് 4. അപ്പൊ ഇവിടുത്തെ ഒരു കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 8 ആയിരിക്കും. അതായത് 24-നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന 8. സോ ഇവിടെ രണ്ടാമത്തെ ടൈം കിട്ടാൻ 4-ന്റെ കൂടെ 8 കൂട്ടുക. 8 4 എത്ര കിട്ടും? 12 എന്ന് കിട്ടും. 12-ന്റെ കൂടെ ഒരു 8 കൂടെ കൂട്ടി എത്ര കിട്ടും? 20 എന്ന് കിട്ടും. 20-ന്റെ കൂടെ വീണ്ടും ഒരു 8 കൂട്ടിയപ്പോൾ 28 എന്ന് കിട്ടും. സോ ഇത്രയേ ഉള്ളൂ സംഭവം. ഇനി നമ്മൾ രണ്ടാമത്തെ റോ നോക്കുക. 3-ൽ സ്റ്റാർട്ട് ചെയ്യുന്നു, 12-ൽ എൻഡ് ചെയ്യുന്നു. സോ ഇതിനിടയ്ക്കുള്ള 2 ടൈംസ് ആരൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം.
3ന്റെ കൂടെ എത്ര കൂട്ടിയാലാണ് 12 എത്തുന്നത്, അല്ലെങ്കിൽ എത്ര തവണ കോമൺ ഡിഫറൻസ് കൂട്ടിയപ്പോഴാണ് 12 എത്തിയത്? 3 തവണ പൊതുവ്യത്യാസം കൂട്ടി. സോ ഇവിടെ 3 പൊതുവ്യത്യാസം എന്ന് പറയുന്നത് 12ൽ നിന്നും 3 പോകുന്നതാണ്. 12ൽ നിന്ന് 3 പോയാൽ 9 കിട്ടും. 9 ഇവിടുത്തെ 3 തവണയുള്ള പൊതുവ്യത്യാസം എന്ന് പറയുന്നത്. സോ ഒരു പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 9/3, 9/3, അത് 3 തന്നെയാണ്. സോ ഇവിടെ രണ്ടാമത്തെ ടൈം എന്ന് പറയുന്നത് 3ന്റെ കൂടെ ഒരു 3 കൂട്ടിയാൽ 6 കിട്ടും. 6ന്റെ കൂടെ ഒരു 3 കൂടെ കൂട്ടിയാൽ 9 എന്ന് കിട്ടും. ഇനി നമുക്ക് ലാസ്റ്റ് റോ. ഇത് കാണുമ്പോൾ തന്നെ അറിയാം 5, 10, 15, 20. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് 5 ആയിരിക്കും. ഇത് വെറുതെ നോക്കിയാൽ നമുക്ക് ശരിക്കും മനസ്സിലാവുന്നേ ഉള്ളൂ. ഇപ്പൊ എനിക്ക് 4ഉം 28 അവസാനത്തെ വന്നപ്പോൾ എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ തോന്നി. അതാണ് 4ൽ നിന്നും എത്ര കോമൺ ഡിഫറൻസ് കൂട്ടിയപ്പോഴാണ് 28ൽ എത്തിയത് എന്ന് ഞാൻ ആലോചിച്ച് നോക്കിയത്. സാധാരണ രീതിയിൽ ചിലപ്പം എനിക്കിപ്പോ ഇങ്ങനെ ആലോചിച്ച് നോക്കിയപ്പോഴാണ് ഇവിടുത്തെ കോമൺ ഡിഫറൻസ് 8 എന്ന് കണ്ടുപിടിക്കാൻ പറ്റിയത്. ചില കുട്ടികൾക്ക് അങ്ങനെയൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇത് 4ഉം 28ഉം ഇടയ്ക്ക് 2 ഗ്യാപ്പ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇവിടെ ഇടയ്ക്കുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 8ന്റെ ഡിഫറൻസ് ആണ്. 8 കൂട്ടി പോകുന്ന സീക്വൻസ് ആണെന്ന് ചിലർക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇനി അങ്ങനെ മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ടേമിൽ നിന്നും അടുത്ത ടേമിൽ നമുക്ക് തന്നിട്ടുള്ള ടേമിൽ എത്താൻ എത്ര തവണ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം നോക്കുക. സോ അത്രയും ടൈംസ് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ ടേമുകൾ തമ്മിലുള്ള വ്യത്യാസമായിരിക്കും. ഫോർ എക്സാമ്പിൾ 4ൽ നിന്നും 28 എത്തിയത് 3 തവണ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തതാണ്. സോ 3 കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 28ൽ നിന്നും 4 കുറയ്ക്കുന്നതാണ്. അതായത് 3D = 24, D = 24/3, അതായത് 8. അങ്ങനെ കണ്ടുപിടിച്ച് എഴുതാം. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് വർക്ക്ഔട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് 1, 4, 28, 7 എന്നീ സംഖ്യകൾക്ക് പകരം വേറെ ഏതെങ്കിലും 4 സംഖ്യകൾ എഴുതിയാൽ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അതിന്റെ ഉത്തരം ഞാൻ പറഞ്ഞു തരുന്നില്ല. നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പല നമ്പേഴ്സ് ഇട്ടിട്ട് ഈ കോളം സമാന്തര ശ്രേണിയിൽ അരിത്തമെറ്റിക് സീക്വൻസ് ആയിട്ട് എഴുതാൻ പറ്റുമോ എന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ. പിന്നെ എല്ലാ ദിവസവും പറയുന്ന പോലെ ഓൺലൈൻ ട്യൂഷന്റെ കാര്യം ഒന്നുകൂടെ സൂചിപ്പിക്കുന്നു. 8, 9, 10, 11 ക്ലാസ്സിലെ കുട്ടികൾക്ക് രാവിലെയും വൈകിട്ടുമായിട്ട് നമ്മൾ ഓൺലൈൻ ട്യൂഷൻ നടക്കുന്നുണ്ട്. സൂമിൽ ട്യൂഷൻ ഉണ്ട്. താല്പര്യമുള്ള കുട്ടികൾക്ക്, വീട്ടിൽ അത്യാവശ്യം നല്ല ഇന്റർനെറ്റ് കണക്ഷൻ ഉള്ള കുട്ടികൾക്ക് ട്യൂഷൻ വീട്ടിലിരുന്ന് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ ഈ നമ്പർ നോക്കിയാൽ മതി. ഈ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഇന്ന് അത്രയേ ഉള്ളൂ. അടുത്ത ദിവസം അടുത്ത പ്രോബ്ലം ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.